ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥയുടെ പേരാണ് പൊന്മുട്ടയിടുന്ന താറാവ്. ഒരിടത്ത് ജോവാൻ എന്നു പേരുള്ള ഒരു പാവപ്പെട്ട കർഷകനുണ്ടായിരുന്നു. ഭാര്യയും 3 മക്കളും അടങ്ങുന്നതായിരുന്നു അവന്റെ കുടുംബം. ദിവസവും കഠിനമായ ജോലികൾ ചെയ്തിട്ടും തന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ അവന് മതിയായ പണമുണ്ടായിരുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണവും വസ്ത്രവും നൽകാൻ കഴിയാത്തത് ജോവാനെ വളരെ സങ്കടവാനാക്കി. തൻ്റെ കുട്ടികളോടൊത്ത് സന്തോഷമായി ജീവിക്കാൻ എങ്ങനെ പണമുണ്ടാക്കാമെന്ന് അവൻ വളരെയധികം ആലോചിച്ചു. അങ്ങനെ അവൻ്റെ മനസ്സിൽ ഒരാശയം ഉദിച്ചു. ഒരു താറാവിനെ വാങ്ങി വളർത്താം, അങ്ങനെ കുറച്ചു പണമെങ്കിലും കിട്ടും. അടുത്ത ദിവസം തന്നെ കയ്യിലുണ്ടായിരുന്ന കുറച്ചു പണമെടുത്ത് അവൻ ചന്തയിലേക്ക് പോയി. അവിടെ നിന്നും ഒരു കുഞ്ഞു താറാവിനെ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവന്നു. ജോവാൻ താറാവിനെ സ്നേഹത്തോടെ പരിപാലിച്ചു. താറാവ് പതുക്കെ വളർന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം താറാവിന്റെ കൂടിനടുത്തെത്തിയപ്പോൾ അയാൾ അത്ഭുതത്തോടെ നിന്നുപോയി. ഇതാ, താറാവ് വളർന്നു വളരെ വലുതായിരിക്കുന്നു. അതിനടുത്ത ദിവസം ജോവാനെ വീണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ താറാവ് ഒരു പൊന്മുട്ടയിട്ടിരിക്കുന്നു. പൊന്നുപോലെ തിളങ്ങുന്ന ഒരു പൊന്മുട്ട. ഇത് കണ്ട ജോവാനും കുടുംബവും വളരെയധികം സന്തോഷിച്ചു. ആ പൊന്മുട്ട ചന്തയിൽ കൊണ്ടുപോയി വിറ്റപ്പോൾ അവന് നല്ലൊരു തുക ലഭിച്ചു. ദിവസേന താറാവ് ഓരോ പൊന്മുട്ട വീതം ഇടാൻ തുടങ്ങി. ഈ പൊന്മുട്ടകളൊക്കെ വിറ്റ് ജോവാന്റെ കുടുംബം ദാരിദ്ര്യത്തിൽ നിന്നും കരകയറി. അവന്റെ കുട്ടികൾ സന്തോഷത്തോടെ ചിരിച്ചു. വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടായി. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ജോവാന്റെ മനസ്സിൽ അത്യാഗ്രഹം ഉണർന്നു. ഇപ്പോൾ എന്നും ഓരോ പൊന്മുട്ട മാത്രമേ കിട്ടുന്നുള്ളൂ. താറാവിന്റെ വയറ്റിൽ മുഴുവനും പൊന്മുട്ടകൾ ഉണ്ടായിരിക്കും. അതെല്ലാം ഒന്നിച്ച് കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് പണമുണ്ടാക്കാമായിരുന്നല്ലോ, ജോവാൻ ചിന്തിച്ചു. അങ്ങനെ അവൻ പൊന്മുട്ടയിടുന്ന താറാവിനെ കൊന്ന് വയറ്റിൽ നിന്നും മുഴുവൻ മുട്ടകളും ഒന്നിച്ചെടുക്കാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം തന്നെ താറാവിനെ അവൻ കൊന്നു. വയറ് കീറി നോക്കിയപ്പോൾ അതിൽ ഒരു മുട്ട പോലും ഉണ്ടായിരുന്നില്ല. ജോവാന് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. അവന്റെ അത്യാഗ്രഹം മനസ്സിലാക്കി അവൻ ഉറക്കെ ഉറക്കെ കരഞ്ഞു. തളർന്നിരുന്നു പോയി. അങ്ങനെ ജോവാനുണ്ടായിരുന്ന സമ്പത്തും സന്തോഷവും എല്ലാം നഷ്ടപ്പെട്ടു. അവൻ വീണ്ടും പഴയ ദരിദ്രനായി മാറി. ഈ കഥയുടെ ഗുണപാഠം: അത്യാഗ്രഹം ആപത്താണ്. അത്